ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഇന്നത്തെ മീറ്റിംഗ് ഹാളിലേക്ക് ഹാർദമായ സ്വാഗതം ആശംസിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ദിവസം നമ്മളിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ മഴ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. അത് ആസ്വദിച്ച് തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കടന്നു കൊണ്ടുപോയത്. ഏതായാലും വ്യത്യസ്തമായ തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഈ തിരക്കിന്റെ ഇടയ്ക്ക് കുറച്ച് സമയം നമ്മൾ ഈ മീറ്റിംഗിൽ ചെലവഴിക്കുമ്പോൾ, ടെക്നോളജിയുടെ സാധ്യത ഉപയോഗിച്ച് ചെലവഴിക്കുമ്പോൾ ആ നിമിഷങ്ങൾ മനോഹരമാക്കി തീർക്കേണ്ടതും അതിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം നേടേണ്ടതും നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിന്റെ ദൈവത്തിന്റെ മനോഹരമായ മഹനീയമായ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ടെക്നോളജിയുടെ ചില സാധ്യതകളുടെ ഒരു ഡെവലപ്മെന്റ് ആണ്. ടെക്നോളജി ലോകത്ത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാറ്റങ്ങൾ ഓരോന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഇതുപോലെ തന്നെ ലോകത്തെ മാറ്റങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ഏതൊരാൾക്കും ധാരാളം ബിസിനസ് സംരംഭങ്ങൾ ലോകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടെതർ ഓഷ്യൻ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇത് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിൽ വരുന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് tetherocean.com നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അത് മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വഴി നമുക്ക് സാധ്യമാകുകയും ചെയ്യും. തീർച്ചയായും ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷന്റെ ചില സാധ്യതകൾ ടെതർ ഓഷ്യൻ നമ്മുടെ മുമ്പിലോട്ട് വെക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു വിർച്വൽ ടോക്കൺ ഇതിൽ കടന്നു വരുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ് ഈ പ്രൊജക്ട് മാർക്കറ്റിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ അപ്രോച്ചുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ USDT എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യത ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം USDT എത്രമാത്രം പോപ്പുലർ ആണോ അത്രമാത്രം ആവശ്യക്കാർ മാർക്കറ്റിലുള്ള സബ്ജക്റ്റുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്നും കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ലോകത്തെ ഏത് രാജ്യക്കാർക്കും ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. USDT കൈവശമുണ്ടെങ്കിൽ ഏത് രാജ്യത്തെ കറൻസിയുമായിട്ട് അതിനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. ഇന്നോവേറ്റീവായ ലിക്വിഡിറ്റി പൂള് tetherocean എന്ന പ്രൊജക്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ വലിയൊരു കീ ആണ്. ലോകത്തെ എല്ലായിടത്തും നമുക്കറിയാം ലിക്വിഡിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബന്ധപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിൽ അത്തരം ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ മനോഹരമായി നമ്മുടെ കയ്യിൽ ലഭിച്ച പല പ്രൊജക്റ്റുകളും കുറച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുമല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ tetherocean മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പൂൾ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് tetherocean മുന്നോട്ട് വെക്കുന്ന ആശയം. BP20 എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ അതിന്റെ മിറർ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഈ സിസ്റ്റം തുടങ്ങി വെച്ച ദിവസം മുതൽ 2024 മാർച്ച് 20 മുതൽ ഇന്ന് 2024 ജൂലൈ മാസം 15 തീയതി വരെയുള്ള സമയത്ത് എന്തെല്ലാം ട്രാൻസാക്ഷൻ നടന്നു, ഓരോ മൈക്രോ സെക്കൻഡ്സിൽ നടന്ന ട്രാൻസാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കും. അത്ര 100% സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് tetherocean മുന്നോട്ട് വെക്കുന്ന ആശയത്തിലുള്ളത്. ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള, കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഗവേണൻസ് tetherocean നമുക്ക് കാണാൻ സാധിക്കും. ഇത് ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രലൈസ്ഡ് ഫ്യൂച്ചറിന്റെയും ഒരു ബ്രിഡ്ജാണ്. ഗ്യാപ്പ് ഇല്ലാണ്ടാക്കുന്ന ഒരു ബ്രിഡ്ജ്. ലോകത്തെ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവത്തോടുകൂടി ഫിനാൻഷ്യൽ സെക്ടറിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം ചില മാറ്റങ്ങളുടെ ഏറ്റവും സാധ്യതകളാണ് tetherocean മുന്നോട്ട് വയ്ക്കുന്നത്. ആ അഡ്വാൻറ്റേജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അത് ബൈ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, സെൽ ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ, പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് tetherocean മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തമാണ് കാര്യമാണ്.
പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് ആണത് അല്ലെ. ബൈയും സെല്ലും നടക്കുന്ന സമയത്ത് പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ലോകത്തെ ഏത് കമ്മ്യൂണിറ്റി എടുത്ത് പരിശോധിച്ചാലും, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ബയേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ വില കൂടുക എന്നുള്ളത് ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. പക്ഷെ സെല്ലേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ, വിൽപ്പനക്കാരുടെ എണ്ണം കൂടിയാൽ അത് വില കുറയണം. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന, ഇതുവരെ കേട്ടിരിക്കുന്ന എല്ലാ ട്രേഡിങ്ങിലും ഉള്ളത്. എന്നാൽ ചെതർ കോയിനെ സംബന്ധിച്ചോളം ബയേഴ്സിന്റെ മാർക്കറ്റ് ഇൻക്രീസ് ആയിക്കോട്ടെ, സെല്ലേഴ്സിന്റെ മാർക്കറ്റ് ഇൻക്രീസ് ആയിക്കോട്ടെ, ഇതിന്റെ വില കൂടുക മാത്രമേ ചെയ്യൂ. അപ്പോ അടിവരയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് റെഗ് പുൾ ആണ് അല്ലെ? അല്ല, ഇതൊരിക്കലും റെഗ് പുൾ പ്രോഗ്രാം അല്ല. ഇത് വന്ന് ഒരു ഹൈപ്പെല്ലാം സൃഷ്ടിച്ച് കുറെ പണം അടിച്ചു മാറ്റി പോകാൻ പോകുന്ന പ്രൊജക്റ്റ് അല്ല. വളരെ കൃത്യമായി, വളരെ സൈലന്റായി, ഒരു തരത്തിലുള്ള ഹൈപ്പും ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റിൽ വളരെ സിമ്പിളായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് ടെതർ കോയിൻ. നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ സാധ്യത ഇന്ന് ഉപയോഗിച്ചവർ അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ദിവസവും പല പ്രാവശ്യം വില മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനവർ അവർ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രീ മൈൻഡ് കോയിൻ ഇല്ല എന്നുള്ളതാണ്. സാധാരണ ഇത്തരം വിർച്വൽ ടോക്കൺസ് വരുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഇത്ര മില്യൺ, ഇത്ര ബില്യൺ കോയിൻ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. പക്ഷെ ഇവിടെ പ്രീ മൈൻഡ് ആയിട്ടുള്ള കോയിൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ കോയിൻ സെല് ചെയ്യപ്പെടുമ്പോൾ അത് ബേൺ ചെയ്ത് കളയുകയും ചെയ്യും. 10,000 കോയിൻ മാർക്കറ്റിലുണ്ട്. ഈ സമയത്ത് ഒരാൾ 1000 കോയിൻ ആവശ്യക്കാരനായിട്ട് വന്നാൽ 1000 കോയിൻ അദ്ദേഹത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ 11,000 കോയിൻ ആയി. ഈ സമയത്ത് ആരോ 2000 കോയിൻ സെല് ചെയ്യപ്പെട്ടാൽ ആ 2000 കോയിൻ കുറഞ്ഞ് ബാക്കി 9,000 കോയിനിലേക്ക് കോയിന്റെ എണ്ണം കുറയും. സോ പ്രീ മൈൻഡ് കോയിൻ ഇല്ല. ആവശ്യക്കാർ വരുമ്പോൾ മാത്രമേ കോയിൻ സൃഷ്ടിക്കപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ സെല് ചെയ്യപ്പെടുമ്പോൾ ബേൺ ചെയ്യപ്പെടും. ഈ പ്രോസസ്സ് ഇതിന്റെ ടോട്ടൽ സപ്ലൈ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യപ്പെടുന്ന പ്രോസസ്സ് അത് ബൈ ആൻഡ് സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഈ സിസ്റ്റത്തെ സഹായിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കാം എങ്ങനെയെല്ലാമാണ് അതിന്റെ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ സാധ്യത 100% യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും BP20 പ്ലാറ്റ്ഫോം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയിൻ കോഡിങ്ങിലൂടെ തന്നെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ് ആണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വാങ്ങാനോ വിൽക്കാനോ നമ്മൾ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. സാധാരണ വിർച്വൽ ടോക്കൺസ് എല്ലാം കയ്യിൽ കിട്ടുമ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു തലവേദന തന്നെയാണ് പലർക്കും. അതിന്റെ പ്രൊസീജിയർ തന്നെ ഭയങ്കര ടഫ് പ്രോസസ് ആയിട്ടാണ് വെച്ചിരിക്കുക. പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ ആണ്. സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എത്ര കോയിൻ സെല്ല് ചെയ്യണം എന്നുള്ള നമ്മുടെ ഡിമാൻഡ് മാത്രമേ സിസ്റ്റം ചോദിക്കുന്നുള്ളൂ. എൻ്റെ അടുത്ത് 1000 കോയിൻ ഉണ്ട്, എനിക്ക് 100 കോയിൻ സെല് ചെയ്താൽ മതി. അപ്പൊ 100 എന്ന് ടൈപ്പ് ചെയ്യുക, സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയിൻ കൺഫർമേഷൻ കൊടുത്താൽ ഈക്വൽ USDT നമ്മുടെ കയ്യിലേക്ക് അപ്പൊ തന്നെ വരികയായി. ഇനി വാങ്ങണമെങ്കിലോ വാലറ്റിൽ ആവശ്യമായ USDT കീപ്പ് ചെയ്യുക, ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എത്ര ഡോളർ കൊണ്ട് വാങ്ങണമെന്ന് മാത്രമേ സിസ്റ്റം ചോദിക്കുന്നുള്ളൂ. അപ്പൊ തന്നെ അതിനാവശ്യമായ കോയിൻസ് മൈൻ ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഹോൾഡിംഗിലേക്ക് തരും. സോ റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ്സ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ടും. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, ഈ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് 43% ഫണ്ട് അഫിലിയേറ്റ് പേ ഔട്ടിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് റിയൽ ടൈം ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. ഒരു ബിസിനസ് നടന്നാൽ, ഒരു എൻട്രി നടന്നാൽ, ഒരു ആക്ടിവേഷൻ നടന്നാൽ, ടോപ്പ് അപ്പ് നടന്നാൽ ആ സെക്കൻഡിൽ അതിന്റെ റവന്യൂ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കിട്ടുന്നു. ആ വരുന്ന റവന്യൂ അപ്പൊ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നു, ഒരു സർവീസ് ചാർജും ഇല്ലാതെ. സോ 100% ഡീസെൻട്രലൈസ് സിസ്റ്റം വെച്ചുകൊണ്ട്, റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോസസ് വെച്ചുകൊണ്ട്, റിയൽ ടൈം ആയിട്ട് അഫിലിയേറ്റ് പേ ഔട്ട് വെച്ചുകൊണ്ട് ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവലംബിക്കുന്ന ടെതർ കോയിനെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റത്തിന് കാരണമാക്കി ഉപയോഗിക്കാം. തീർച്ചയായും അവിടെ മനസ്സിലാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഈ ബൈ സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ വില കൊടുക്കുന്ന മാത്തമാറ്റിക്സ് തന്നെയാണ്. ഈ മാത്തമാറ്റിക്സ് ആർക്ക് മനസ്സിലായോ? ടെതർ ഓഷനെ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റെടുക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ സിസ്റ്റം വെച്ചിട്ടുള്ളൂ. ആദ്യമേ നമ്മൾ കണ്ടു പ്രീ മൈൻഡ് കോയിൻ ഇല്ല. അതായത് ഈ സിസ്റ്റം തുടങ്ങുന്ന ഒരു സമയത്തെ കുറിച്ച് ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ അന്ന് ഫൈനൽ കോയിൻ 0 ആയിരിക്കും, ലിക്വിഡിറ്റിയും 0 ആയിരിക്കും. തുടങ്ങുന്ന ദിവസം ആദ്യത്തെ ബയർ വന്നു $100 കൊണ്ട്. ഒരാൾ വരുമ്പോ എത്ര എമൗണ്ട് ആണ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നതിന് 52% ലിക്വിഡിറ്റിയിൽ കയറും. ആ എമൗണ്ടിന് 35% വിലയുള്ള കോയിൻ മൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ഇവിടെ ഒരു ബൈ പ്രൈസ് ഉണ്ട്, $1 എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടേബിൾ പ്രകാരം അങ്ങനെയാണ്. സിസ്റ്റം തുടങ്ങിയത് 0.01 എന്ന പ്രൈസിലായിരുന്നു. അപ്പൊ ബൈ പ്രൈസ് $100 ആണെങ്കിൽ $1 പ്രകാരം $35 തുല്യമായ കോയിൻ എന്ന് പറയുമ്പോൾ 35 കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടണം. സോ ഫൈനൽ കോയിൻ 35 ആയി, ലിക്വിഡിറ്റി 52 ആയി.
ലിക്വിഡിറ്റിയും കോയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയ ഒരു ബൈ പ്രൈസ് സെറ്റ് ചെയ്യപ്പെടും 1.4857. ഈ സമയത്ത് പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്യും. നോക്കൂ, ഒരൊറ്റ സ്റ്റെപ്പ് നടന്നപ്പോ എന്തായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രോസസ്? വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ, ഒരു മൂവ്മെന്റ് അതിന്റെ ബ്ലോക്ക് ചെയിനിൽ എഴുതപ്പെട്ട രൂപത്തിൽ തയ്യാറാക്കി കഴിഞ്ഞു. അത് കൃത്യമായി ബ്ലോക്ക് ചെയിനിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. എന്താണത്? വന്ന എമൗണ്ടിന് 52% ലിക്വിഡിറ്റിയിൽ കയറി, 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതനുസരിച്ച് ഒരു പുതിയ ബൈ പ്രൈസ് സെറ്റ് ആയി, പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തു. നോക്കൂ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ വളരെ ബ്രില്യന്റ് ആയിട്ട് ഡീസെൻട്രലൈസ് വെച്ചിരിക്കുകയാണ്. ലോകത്ത് എത്രമാത്രം ബിസിനസ് ബയേഴ്സ് ആയിട്ട് വന്നാലും നടക്കുന്ന പ്രോസസ് അത് തന്നെ. ലിക്വിഡിറ്റി 52% കയറും, കോയിനിലേക്ക് ആ സമയത്ത് ബൈ പ്രൈസ് അനുസരിച്ച് 35% വിലയുള്ള കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ തന്നെ ലിക്വിഡിറ്റിയിലും കോയിനിലും മാറ്റം വന്നതുകൊണ്ട് പുതിയൊരു ബൈ പ്രൈസ് സെറ്റ് ചെയ്യപ്പെടും. ബൈ പ്രൈസ് സെറ്റ് ചെയ്യപ്പെടുന്ന അതേ സെക്കൻഡിൽ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയി മാറുകയും ചെയ്യും. നോക്കൂ, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആശയം. എത്ര ട്രാൻസാക്ഷൻ നടന്നാലും ഇത് തന്നെയാണ് സിസ്റ്റത്തിൽ സംഭവിക്കുക. സെൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴോ സിസ്റ്റം ചെയ്യുന്ന ജോലി ഇതാണ്: എത്രയാണോ സെല് ചെയ്യുന്ന കോയിൻ അത്രയും കോയിൻ സിസ്റ്റത്തിൽ നിന്ന് ബേൺ ചെയ്ത് പോകും. നോക്കൂ, 4ാമത്തെ ട്രാൻസാക്ഷൻ നടന്നപ്പോ 95.8239 കോയിൻസ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് 5ാമത്തെ ട്രാൻസാക്ഷൻ 25 കോയിൻ സെല് ചെയ്യുന്ന പ്രോസസ് ആയതുകൊണ്ട് ആ 95-ൽ നിന്നും 25 മൈനസ് ആയി പോയി, ബാക്കി 70 കോയിനേ ഉള്ളൂ. സെയിം ടൈം 25 കോയിന് 1.932 പ്രകാരമുള്ള എമൗണ്ട് കസ്റ്റമർക്ക് കൊടുക്കണം. അതിന്റെ 90% കസ്റ്റമർക്ക് കൊടുക്കും, 10% സിസ്റ്റത്തിന് ഹോൾഡ് ചെയ്യും. അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ പഴയ ലിക്വിഡിറ്റി 208 ആയിരുന്നു. അതിൽ നിന്നും ആ 90% എമൗണ്ട് കുറഞ്ഞ 163.1521 ആയി. സ്വാഭാവികമായിട്ടും പുതിയൊരു ലിക്വിഡിറ്റി വന്നു, പുതിയൊരു കോയിൻ നമ്പർ വന്നു. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ പുതിയൊരു കോയിൻ പ്രൈസ് സെറ്റ് ചെയ്യപ്പെടും 2.3036. നോക്കൂ, 2.17 നിന്ന് വില കൂടി 2.3036 ആയി. അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുകയും ചെയ്തു. ബൈ നടക്കുമ്പോഴും സെൽ നടക്കുമ്പോഴും ലിക്വിഡിറ്റിയിൽ മാറ്റം വരുന്നുണ്ട്, കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരുന്നുണ്ട്. അതിനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ബൈ പ്രൈസ് സെറ്റ് ആവുന്നുണ്ട്. പുതിയ ബൈ പ്രൈസ് സെറ്റ് ആയാൽ അപ്പൊ തന്നെ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറുന്നുണ്ട്. ഈ പ്രോസസ്സ് 100% പ്രൈസ് അപ്പ് ചെയ്യുന്ന രൂപത്തിലാണ്. ലോകത്ത് എത്ര ട്രാൻസാക്ഷന്റെ രൂപത്തിൽ നമ്മൾ ഇതിന് ചെക്ക് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സോ സുഹൃത്തുക്കളെ, ഈ ആശയത്തിൽ ഒരു വലിയൊരു ക്രക്സ് ഉണ്ട്. ഈ ആശയത്തിന് വലിയൊരു പവർ ഉണ്ട്. എന്താണത്? സാധാരണ ഏതൊരു ടോക്കൺ സിസ്റ്റം എടുത്ത് പരിശോധിച്ചാലും ലിക്വിഡിറ്റി ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ലിക്വിഡിറ്റി ഇല്ലാതായി അവസാനം ടോക്കൺ മാത്രം ബാക്കിയാവും. ഇത്ര മില്യൺ കോയിൻ ഉണ്ട്, എന്റെ കയ്യിൽ ഇത്ര ലക്ഷമുണ്ട്, എന്റെ കയ്യിൽ ഇത്ര 10,000 ഉണ്ട്, 20,000 ഉണ്ട്, 30,000 ഉണ്ട്, 40,000 ഉണ്ട്, 10 ലക്ഷം ഉണ്ട്, 20 ലക്ഷം ഉണ്ട്, 30 ലക്ഷം ടോക്കൺ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പല ടോക്കണിലും വരുന്നതെങ്കിൽ, ടെതർ ഓഷ്യനെ സംബന്ധിച്ചോളം ടോക്കൺ 0 ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം വെക്കുന്ന കോയിൻസ് എല്ലാം മൈൻ ചെയ്ത് പോകുന്ന പ്രോസസ് അല്ല, സെല്ല് ചെയ്ത് ബേൺ ചെയ്ത് പോകുന്ന പ്രോസസ് ആണ്. അപ്പോ വിൽക്കപ്പെടുമ്പോൾ ബേൺ ചെയ്ത് പോകുന്നത് കൊണ്ട് കോയിന്റെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഏറ്റവും അവസാനത്തെ ആൾ വിൽക്കുമ്പോൾ കോയിന്റെ എണ്ണം 0 ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഏറ്റവും അവസാനത്തെ ആൾ വിൽക്കുമ്പോഴും അദ്ദേഹത്തിന് കിട്ടേണ്ട എമൗണ്ടിന്റെ 10% വീണ്ടും ലിക്വിഡിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. ലിക്വിഡിറ്റി ഒരിക്കലും 0 ആയി പോകത്തില്ല. അങ്ങനെ ലിക്വിഡിറ്റി ഒരിക്കലും 0 ആയി പോകുന്നില്ലെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളെ, നമുക്ക് ഈ ബിസിനസ്സിൽ വലിയൊരു സാധ്യത കാണാൻ സാധിക്കും. ആ സാധ്യതയിലേക്ക് കടന്നു വരാൻ നമ്മുടെ മുമ്പിൽ ആവശ്യം വെറും $20 മാത്രം. 21, 25, 30, 40 നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കൊണ്ട് ഏത് എമൗണ്ട് കൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. പരമാവധി $1000 ആണ് ഒരു സിംഗിൾ പർച്ചേസിലൂടെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുക. അതായത് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഒരാൾ കടന്നു വന്നു, അദ്ദേഹത്തിന് $1000 കൈവശമുണ്ടെങ്കിൽ അതുകൊണ്ട് വാങ്ങാം. ഇനി $1050 ഉണ്ടെങ്കിൽ വാങ്ങണമെങ്കിൽ ആദ്യം 1000 കൊണ്ട് വാങ്ങി പിന്നീട് 50 കൊണ്ട് വീണ്ടും വാങ്ങേണ്ടി വരും. ഇവിടെ ബൈ ചെയ്യുന്നതിനോ സെല്ല് ചെയ്യുന്നതിനോ ഒരു ലിമിറ്റും സിസ്റ്റം പറയുന്നില്ല. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റിന് വേണ്ടി, സിസ്റ്റം നിലനിൽക്കുന്നതിന് വേണ്ടി, ഈ സിസ്റ്റത്തിൽ ആളുകൾ പ്രോഫിറ്റ് എടുത്ത് പോകുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രൂപത്തിലായി തീരണം എന്ന ചിന്തയിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, $20 കൊണ്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ $30, അല്ലെങ്കിൽ $50, $100, $1000, അല്ലെങ്കിൽ $5000, $10,000 എത്ര കൊണ്ട് വാങ്ങിക്കോട്ടെ. 1000, 2000, 10,000 ഒക്കെ വാങ്ങണമെങ്കിൽ 1000 കൊണ്ട് ആദ്യം വാങ്ങണം, വീണ്ടും 1000 കൊണ്ട് വാങ്ങണം, വീണ്ടും 1000 കൊണ്ട് വാങ്ങണം. അങ്ങനെ 10 പ്രാവശ്യമായിട്ട് വാങ്ങിയാലേ $10,000 കൊണ്ട് ഒരാൾക്ക് വാങ്ങാൻ സാധിക്കും. പക്ഷെ ഓരോ വാങ്ങലും ഒരു പുതിയ ബൈ പ്രൈസിൽ വാങ്ങുന്ന പ്രോസസ് ആയിരിക്കും. കാരണം ഒരു വാങ്ങൽ നടക്കുമ്പോൾ തന്നെ പ്രൈസ് മാറിയിട്ടുണ്ടാകും. വീണ്ടും വാങ്ങണമെങ്കിൽ പുതിയ ബൈ പ്രൈസിലേ വാങ്ങാൻ സാധിക്കൂ. അങ്ങനെ 10 പ്രാവശ്യം വാങ്ങുമ്പോഴത്തേക്കും ആദ്യം വാങ്ങിയ കോയിന്റെ എണ്ണ എല്ലാം, വാല്യൂ എല്ലാം കൂടിയിട്ടുണ്ടാകും, പല മടങ്ങ് കൂടിയിട്ടുണ്ടാകും.
അത്തരം ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് സിസ്റ്റത്തിലുണ്ട്. വാങ്ങുന്ന ഓരോരുത്തർക്കും അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് 35% കോയിൻ ഇഷ്യൂ ചെയ്യപ്പെടുന്നു. ഈ സിസ്റ്റത്തിൽ പിന്നെ എന്ത് ട്രാൻസാക്ഷൻ നടന്നാലും അത് ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, ആ കോയിന്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോയിൻ സെല്ലിലേക്ക് ആളുകൾ വരും. സിസ്റ്റം മനസ്സിലാക്കുന്ന ഒരു കാര്യം, കോയിൻ സെല് ചെയ്യപ്പെടുമ്പോൾ ആ സെല്ലിംഗ് പോയിന്റിലൂടെ അവർക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം, സെയിം ടൈം കമ്മ്യൂണിറ്റി ഗുണം കിട്ടുകയും വേണം. കാരണം പല സിസ്റ്റത്തിലും ആളുകൾ വരും, ലാഭം എടുക്കുന്ന ആൾക്കാർ ലാഭം എടുത്തുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാൾ വന്നു, അയാൾ ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് അത് ഗുണം ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ്. അതിനുവേണ്ടി 2 ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പാക്കേജ് എത്രയാണോ അതിന്റെ ഇരട്ടി വിലക്കുള്ള കോയിൻ മാത്രമേ സെല് ചെയ്യാൻ സാധിക്കൂ. $100 ബൈ ചെയ്ത ഒരാളാണ്, അദ്ദേഹത്തിന് $200 തുല്യമായ കോയിൻ വരെ മാക്സിമം കൊടുക്കാം. ഒരാൾ $100 കൊണ്ട് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും $100 വാങ്ങി. സോ $200 ആണ് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ. സോ $400 കോയിൻ അദ്ദേഹത്തിന് സെല് ചെയ്യാം. അപ്പൊ നമ്മൾ എത്ര എമൗണ്ട് കൊണ്ട് വാങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ ക്യാപിറ്റൽ. അതിന്റെ ഇരട്ടി വിലക്കുള്ള കോയിൻ കൊണ്ട് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? സിസ്റ്റം ഇങ്ങനെ പരിചയപ്പെട്ടു പോകുമ്പോൾ നമുക്കറിയാം, ആളുകളിൽ ഇൻവെസ്റ്റേഴ്സ് ആയ ധാരാളം ആളുകളുണ്ട്. $10,000, $20,000, $30,000, $40,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ആൾക്കാർ. അവരെല്ലാം ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വരും. കാരണം ലാഭമാണ് എല്ലാവരുടെയും ആവശ്യം. ലാഭം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ഒരാൾ $10,000 കൊണ്ട് കടന്നു വന്നു. അദ്ദേഹത്തിനെ കുറിച്ച് കിട്ടിയ ടോക്കൺസ് അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ തയ്യാറായി. പ്രൈസ് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. 3 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ടോക്കണിന്റെ വാല്യൂ ഇപ്പോ $50,000 ആയി. വെറും $10,000 കൊണ്ട് തുടങ്ങിയതാണ്, പക്ഷെ 5 ഇരട്ടി മൂല്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ $50,000 അദ്ദേഹം വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഈ ലിമിറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് $20,000 തുല്യമായ കോയിൻ മാത്രമേ അവിടെ സെല് ചെയ്യാൻ സാധിക്കൂ. ബാക്കി 30,000 സെല്ല് ചെയ്യാം. എപ്പോ? വീണ്ടും ബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടിയാൽ. അപ്പം $50,000 വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി $25,000 അദ്ദേഹം ടോപ്പ് ചെയ്യേണ്ട വരും. അപ്പോ $25,000 ടോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ബൈ പ്രോസസ് നടക്കുകയാണ്. 1000 ആണ് ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത്. സോ $25,000 തുല്യമായിട്ടുള്ള എമൗണ്ട് ലോഡ് ചെയ്യണമെങ്കിൽ അയാൾക്ക് 25 പ്രാവശ്യം ടോപ്പ് ചെയ്യേണ്ടി വരും. 25 പ്രാവശ്യം വില കൂടിയെന്നർത്ഥം. അതുപോലെ തന്നെ ലിമിറ്റ് വിഡ്രോ ചെയ്യാനും ലിമിറ്റ് ഉണ്ട്. എങ്ങനെ? $1,000 ചെയ്താൽ $2,000 വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ $2,000 വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ $25,000 വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം അദ്ദേഹം വിഡ്രോ ചെയ്യേണ്ടി വരും? അപ്പൊ അത്രയും പ്രാവശ്യം വില കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരാൾ വന്നു, അദ്ദേഹം ലാഭം എടുക്കാൻ നടക്കുന്ന പ്രോസസ്സിൽ മാത്രം പല മടങ്ങ് കമ്മ്യൂണിറ്റിയിലുള്ള ടോട്ടൽ കോയിന്റെ വില കൂടുന്ന സാഹചര്യം ഈ മാത്തമാറ്റിക്സിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. അതുപോലെ തന്നെ കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥ. കാരണം അഫിലിയേറ്റ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഞാനെല്ലാം അഫിലിയേറ്റ് ഇൻകത്തിൽ ഫോക്കസ് ചെയ്യുന്നവരാണ്. എന്താണ് അഫിലിയേറ്റ് ഇൻകത്തിന്റെ അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ആവശ്യത്തിന് കോയിൻസ് വാങ്ങാൻ വേണ്ടി കടന്നു വരുമ്പോൾ അപ്പോഴെല്ലാം നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഇൻകം വിഡ്രോ ചെയ്യാൻ ലിമിറ്റ് ഉണ്ട്. 3 മടങ്ങാണ് മാക്സിമം വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഞാനത് $100 കൊണ്ട് പാക്കേജ് എടുത്തു. എനിക്ക് ഇൻകം വന്നു കഴിഞ്ഞപ്പോൾ $300 ആയി. എനിക്ക് വിഡ്രോ ചെയ്യാം. അത് $5 ആണെങ്കിലും വിഡ്രോ ചെയ്യാം, $1.5 ആണെങ്കിലും വിഡ്രോ ചെയ്യാം. പക്ഷെ മാക്സിമം എനിക്ക് $300 വിഡ്രോ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ 350, 400, 500, 600 ഒക്കെ ആയിട്ട് ഇൻകം വരുന്ന അവസ്ഥ എനിക്ക് സംജാതമായിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റീബൈ ചെയ്ത് എന്റെ ലിമിറ്റ് കൂട്ടിയെടുക്കണം. ഓരോ റീബൈ ചെയ്യുമ്പോഴും എനിക്ക് വീണ്ടും കോയിൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ റീബൈ ചെയ്യുമ്പോഴും അതൊരു പുതിയ പർച്ചേസ് ആയതുകൊണ്ട് വില കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഓരോ പ്രാവശ്യവും വില കൂടാൻ വേണ്ടി എന്റെ റീബൈ കാരണമായി തീരുന്നു. അങ്ങനെ വാങ്ങിക്കൂട്ടിയ കോയിൻസ് ഒരു ഘട്ടത്തിൽ ഞാൻ വിൽക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴും സിസ്റ്റത്തിലുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് വില കൂടിക്കൊണ്ടേയിരിക്കും. സോ സുഹൃത്തുക്കളെ, സംതിങ് ഡിഫറെന്റ് ആയിട്ട് ഈ പ്രൊജക്ടിന്റെ അനന്ത സാധ്യതയിലേക്ക് നമ്മുടെ കണ്ണും കാതും മനസ്സും ഒന്ന് കൂർപ്പിച്ചിറങ്ങിയാൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡായി മാറാൻ പോകുന്ന ഒരു പ്രൊജക്ടിന്റെ കൂട്ടത്തിൽ നമുക്ക് ടെതർ ഓഷ്യനെ കൗണ്ട് ചെയ്ത് വെച്ചേ പറ്റൂ. ഞാൻ ലോകത്തെ എന്ന് പറയാൻ കാരണം, ലോകത്ത് എല്ലായിടത്തും പണം ഉണ്ടാക്കിയെടുക്കാനുള്ള പല മാർഗങ്ങളെ കുറിച്ച് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല പ്രൊജക്റ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചോദ്യം എല്ലാവരും മുമ്പിൽ വരാറുണ്ട്. എന്താണ് ചോദ്യം വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ലിക്വിഡിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം അത്തരം പ്രൊജക്റ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കൈവെള്ളയിലെ രേഖ പോലെ കൃത്യമായി തെളിവായിരിക്കുന്ന ഒരു അവസ്ഥ. എങ്ങനെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, എങ്ങനെ കോയിന്റെ വില കൂടപ്പെടുന്നു, അതിന് സിസ്റ്റം വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ആർക്കും ഒരു ബാധ്യതയുമില്ലാതെ
ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. നമുക്ക് നോക്കാം എന്തൊക്കെ പാസീവ് ഇൻകം സോഴ്സ് ആണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. 43% എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഒന്ന്, വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ, അത് നമ്മൾ ഓൾറെഡി സംസാരിച്ച സബ്ജക്റ്റ് ആണ്. രണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആണ്. നമ്മൾ ബൈ ചെയ്യുമ്പോൾ 100, 500, 1000 എങ്ങനെ സിംഗിൾ ബൈ ചെയ്യാൻ തയ്യാറുള്ള ഒരാൾക്കാരുണ്ടെങ്കിൽ 100 കൊണ്ട് വാങ്ങി, 500 കൊണ്ട് വാങ്ങി, 1000 കൊണ്ട് വാങ്ങി, അവർക്കെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം എന്ന രൂപത്തിൽ അവരെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന സമയം വരെയും ഡെയിലി ഒരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഡെയിലി ഒരു ഇൻകം തരണമെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം വേണ്ടേ? സാധാരണ ROE പ്ലാനിലെല്ലാം പറയാറുണ്ട് ഡെയിലി ഇൻകം കിട്ടും, നിങ്ങൾ നിട്ടാൽ മതി, നാളെ മുതൽ 1%, 2%, 3% കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അവർ അതിനെ പല കാരണങ്ങൾ പറയും. പക്ഷെ ഇവിടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം എന്ന് പറയുന്നത് ഓരോ ദിവസവും നടക്കുന്ന ടേൺ ഓവറിന്റെ 4% മാറ്റിവെച്ചിട്ടാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 സമയത്ത് ആ സമയം വരെ എത്ര ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ 4% ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫണ്ടിനെ എത്ര പോയിന്റ് ആണ് നോക്കും. $100 1 പോയിന്റ്, 500 5 പോയിന്റ്, 1000 10 പോയിന്റ്. ഈ പോയിന്റുകൾ നോക്കിയിട്ട് ഫണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വാല്യൂ കിട്ടും. അതനുസരിച്ച് വരുമാനമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ടുള്ള സിസ്റ്റത്തിനുള്ള ഗുണം, ഓരോരുത്തർക്കും എത്ര പൂൾ ഇൻകം കൊടുക്കാനും സിസ്റ്റത്തിന് സാധിക്കും. എന്നാൽ ഒരു ബാധ്യതയും സിസ്റ്റത്തിന് ഇല്ലതാനും. സിസ്റ്റം ബാധ്യതയില്ലാത്ത സിസ്റ്റം ആണെങ്കിൽ 100% സിസ്റ്റം നിലനിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ സിസ്റ്റങ്ങളെല്ലാം മാർക്കറ്റിൽ വരുമ്പോൾ അവർ നമുക്ക് മാർക്കറ്റിലേക്ക് ഹൈ കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റങ്ങളായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 ഇട്ടാൽ 3000 കിട്ടും. പക്ഷെ 2000 എവിടുന്ന് ജനറേറ്റ് ചെയ്യപ്പെടും? ചോദ്യമില്ല. ചോദ്യം ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നുള്ള രൂപത്തിലാണ് അതിന്റെ പ്രസന്റേഷൻ പോവുക. അത് കിട്ടും, അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയേണ്ട സാഹചര്യമാണ്. അത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. സത്യത്തിൽ 1000 കൊടുക്കുമ്പോൾ 1000-ൽ നിന്ന് കമ്മീഷനായിട്ട് ഒരു 50% പൈസ പോയിട്ടുണ്ടാവും. ഒരു 50 മുതൽ 60% പൈസ കമ്മീഷൻ തന്നെയായിട്ട് പോയിട്ടുണ്ടാവും. ബാക്കി വരുന്ന 40% കൊണ്ട് 3 ഇരട്ടി തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് മാർക്കറ്റിൽ. അപ്പോ എണ്ണം കൂടുന്തോറും ആ ബാധ്യത കയറിക്കൊണ്ടിരിക്കും. ബാധ്യത മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന സാഹചര്യം വരെയും സിസ്റ്റത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടാത്ത സാഹചര്യം വന്നാൽ സിസ്റ്റം കൊളാപ്സ് ആവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ബാധ്യതയും വരുന്നില്ല. എത്ര ആളുകൾ വന്നോട്ടെ, എത്ര ഇൻവെസ്റ്റ്മെന്റ് പൂളിലേക്ക് ബിസിനസ് പോയിന്റുകൾ കയറിക്കോട്ടെ, ഓരോ ദിവസവും നടക്കുന്ന ടേൺ ഓവറിന്റെ 4%, അപ്പോൾ ടേൺ ഓവറിന്റെ 4% ഫണ്ട് മാറ്റിവെക്കാൻ സിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പോയിന്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് റവന്യൂ കൊടുക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് ആ വരുമാനം കൃത്യമായിട്ട് കൊടുക്കാൻ സിസ്റ്റം സാധിക്കുകയും ചെയ്യും. ഇനി 4% ഫണ്ടേ ഇപ്പം വച്ചിട്ടുള്ളൂ. ഇനി ബാക്കി 39% ഡിവിഷൻ ഉണ്ട്. അത് ഫസ്റ്റ് ലെവലിൽ 10%, സെക്കൻഡ് ലെവലിൽ 5%. മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 20% മാറ്റി വെച്ചിട്ടുണ്ട്. സോ 35% അവിടെ മാറിക്കഴിഞ്ഞു. 35, 4, 39. ഇനി ഒരു 4% ലീഡർഷിപ്പ് റിവാർഡിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 43%. വളരെ ബ്രില്യന്റ് ആയിട്ട്, വളരെ മനോഹരമായിട്ട് ഈ ആശയത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റെടുക്കാൻ പറ്റിയാൽ ഫസ്റ്റ് ലെവലിൽ 10% എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷെ ആ 10% നമുക്ക് 20%, 30% ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റിയാലോ? അതിനാണ് റാങ്കുകൾ സിസ്റ്റം വെച്ചിരിക്കുന്നത്. റാങ്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ $100 പേഴ്സണൽ ID ഉണ്ടാകണം. അപ്പോൾ $20 സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ കണ്ടു. 20, 20, 20 അങ്ങനെ 5 പ്രാവശ്യം കൊണ്ട് $100 എത്തി. മതി, നമ്മുടെ പാക്കേജ് $100 ആയി. 5 ഡയറക്റ്റ് സ്പോൺസർഷിപ്പ് ചെയ്തു. ആ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലൂടെ മിനിമം $500 ബിസിനസ് നടത്തിയിട്ടുണ്ടാകണം. ടീം ടേൺ ഓവർ $5000 എത്തുകയും ചെയ്യണം. നമ്മൾ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു അഡീഷണൽ വരുമാനം വരികയാണ്. 5% അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് 5% ഇൻകം കയറുന്ന സാഹചര്യത്തിൽ മാറുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ 10% ഉണ്ട്, സിൽവറിന് 5% കിട്ടും. 15% നമ്മുടെ ഇൻകം മാറും. സെക്കൻഡ് ലെവലിൽ 5% ഉണ്ട്, സിൽവറിന് 5% കിട്ടും. 10% നമ്മുടെ ഇൻകം മാറും. ഗോൾഡ് റാങ്കിലേക്ക് എത്താൻ $25,000 ടേൺ ഓവറിലേക്ക് എത്താനാണ് സിസ്റ്റം പറയുന്നത്. 2 സിൽവറും, ഒരു സിൽവർ എന്ന് വെച്ചാൽ $5000 ബിസിനസ് ഉണ്ടാക്കി തരും, ശരിയല്ലേ? 2 സിൽവർ എന്ന് പറഞ്ഞാൽ $10,000 ബിസിനസ് ആയി. ബാക്കി $15,000 ബിസിനസ് ഉണ്ടെങ്കിൽ ഗോൾഡ് റാങ്കിൽ എത്തും. 10% നമ്മൾ അൺലിമിറ്റഡ് ഇൻകം മാറ്റിയെടുക്കാം. എമറാൾഡ് ആകാൻ 2 ഗോൾഡ് $1 ലക്ഷം ബിസിനസ്. ഡയമണ്ട് ആകാൻ 2 എമറാൾഡ് $5 ലക്ഷം ബിസിനസ്. ആശയത്തിന്റെ പ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. പ്രാക്ടിക്കൽ സൈഡിൽ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഈ ആശയത്തെ നമുക്ക് ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? പ്രാക്ടിക്കൽ സൈഡിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റെടുക്കാൻ പറ്റുമോ? നമുക്ക് ഈ സബ്ജക്റ്റ് അല്ലാതെ വേറൊരു സബ്ജക്റ്റ് ഏറ്റെടുത്താൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്തായിരിക്കും? ഏത് സബ്ജക്റ്റിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആളുകളെ കാണണം,
ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ച്, കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ടെതർ ഓഷ്യൻ അങ്ങനെ നമ്മൾ ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 35%. പല പ്രൊജക്റ്റിലും അങ്ങനെയില്ല. ഇപ്പോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളെല്ലാം മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എല്ലാം നമ്മൾ ഫണ്ട് ഇടുകയാണ്. 1 ലക്ഷം ഇടുകയാണ്, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ ഇട്ടു. ആ ഇടുന്ന മൊമെന്റിൽ അയാളുടെ ഒന്നുമില്ല, ഒരു സർട്ടിഫിക്കറ്റ് മാത്രം ഒരു വിഷയം ഉണ്ടാവുള്ളൂ. പല സിസ്റ്റത്തിലും സർട്ടിഫിക്കറ്റ് മാത്രം. അവർ പറയുന്ന പീരീഡ് ഓഫ് ടൈം കാത്തിരുന്നാൽ ഒരുപക്ഷെ പ്രോഫിറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പപ്പോഴും പറയാൻ പറ്റില്ല, സാധ്യതകൾ മാത്രമാണ്. 10 വർഷം കഴിഞ്ഞ് ഒരു SIP റിട്ടേൺ കൊടുക്കാൻ പാകത്തിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൽ ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞ് ഇട്ട പൈസ പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ പല പ്രൊഡക്റ്റിലും എനിക്ക് അനുഭവത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ROI പ്ലാനുകളിലേക്കെല്ലാം പോകുമ്പോൾ നമ്മൾ ഇന്ന് പൈസ ഇടുന്നു, 5 ലക്ഷം ഇടുന്നു. നാളെ നമ്മുടെ കയ്യിൽ അവർ തരുന്ന 1% തന്നാൽ കിട്ടി, അത്രേ ഉള്ളൂ. തന്നാൽ കിട്ടിയെന്നേ പറയാൻ പറ്റൂ. ടെതർ ഓഷ്യനിൽ മാർച്ച് 21 മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ ഐഡിയ ഉള്ള ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ വന്ന മൊമെന്റ് മുതൽ നെക്സ്റ്റ് മൊമെന്റ് മുതൽ ഗ്രോത്ത് തന്നെയാണ്. 35% ആ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 ലക്ഷം ചെയ്തിട്ടുണ്ടെങ്കിൽ 35,000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രോത്ത് അത് 36, 38, 40, 50, 100, 200, 300, 400 മാറുന്ന അവസ്ഥ. അങ്ങനെ മാറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് നിങ്ങൾക്ക് ഒരു ചലഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കൂ. 300% ഏൺ ചെയ്യാൻ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷനും ഇല്ല. ഇന്നത്തെ ദിവസം തന്നെ 300% നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഒരാൾ സിസ്റ്റത്തിൽ കടന്നു വന്നു, $20 സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം $1000 റെഫറൻസ് വെച്ചാൽ അപ്പൊ തന്നെ കിട്ടുന്ന ഇൻകം 10%, $100. $20 അദ്ദേഹത്തിന്റെ പാക്കേജ് ആണ്. അതിന്റെ 3 ഇരട്ടി $60 അദ്ദേഹത്തിന് അപ്പൊ തന്നെ വിഡ്രോ ചെയ്യാം. $100 കമ്മീഷൻ വന്നു കഴിഞ്ഞു. അതിൽ 60 വിഡ്രോ ചെയ്തു. 60 വിഡ്രോ ചെയ്യുമ്പോൾ ഒരു സർവീസ് ചാർജ് പോലും വരുന്നില്ല. 60 അദ്ദേഹത്തിന് വാലറ്റിൽ കിട്ടും. അതിൽ നിന്ന് 20 ടോപ്പ് ചെയ്തു. സ്വാഭാവികമായിട്ടും വീണ്ടും 60 എടുക്കാം. അപ്പൊ 100 കമ്മീഷൻ വന്നിരുന്ന 60 എടുത്തിരുന്നു, ബാക്കി 40 അവിടെ ഉണ്ട്. സോ വീണ്ടും ലിമിറ്റ് 60 എത്തിയപ്പോൾ ബാക്കി 40 വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു. നോക്കൂ, ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആശയം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി മറ്റുള്ള പ്രൊജക്റ്റിനെ അന്വേഷിച്ച് നടക്കണം? എന്തിനു വേണ്ടി മാർക്കറ്റിൽ ഒരുപാട് പ്രൊജക്ട് വരുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഏറ്റവും കാർ വിൽക്കണമെങ്കിലും മെഴ്സിഡസ് ബെൻസിനെ കുറിച്ചും പഠിക്കേണ്ടി വരും. മാർക്കറ്റിലുള്ള ഓളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ടെതർ ഓഷ്യന്റെ പ്ലാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയാൽ ലൈഫിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഏറ്റെടുത്താൽ നമ്മൾ ത്രൂ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഇനി ഏറ്റെടുക്കാൻ നിരവധി ആൾക്കാർ മാർക്കറ്റിൽ ഒരുപക്ഷെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. അവരിലേക്ക് നമ്മളായിട്ട് എത്തിയാൽ നമ്മുടെ കൂടിയായിരിക്കും ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് പോവുക. നമ്മളല്ല, വേറൊരാൾ വഴിയാണ് ആ സിസ്റ്റം അയാളിൽ എത്തുന്നതെങ്കിൽ അയാൾ വഴി ആ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തുണ്ടാകും. സോ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ടെതർ ഓഷ്യനിലുണ്ട്. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ശിവദാസ് സർ ലൈനിലുണ്ടോ? കുറച്ച് വർക്കിലാണ് ഇവിടെ, ഒരു ഷീറ്റ് ഇളകിയിരിക്കട്ടെ. നോ പ്രോബ്ലം. കാരണം ശക്തമായ മഴയുള്ള സമയമാണ്, അതുകൊണ്ട് തന്നെ anyway, thank you very much for the presentation. Thank you very much for the presentation. Thank you. Okay. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. താങ്ക് യു.